PM ശ്രീ പദ്ധതിക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ PME ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനും സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. നേരത്തെ PM ശ്രീ പദ്ധതി വിവാദമായ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ സൗജന്യ ഇലക്ട്രിക് ബസ്സുകൾ വേണ്ടെന്ന് വച്ചിരിക്കുകയായിരുന്നു ഗതാഗത വകുപ്പും അതുപോലെ സംസ്ഥാന സർക്കാരും. ഇപ്പോൾ സ്വന്തമായി ബസ് വാങ്ങാൻ കയ്യിൽ നയാ പൈസ ഇല്ലെന്ന തിരിച്ചറിവിൽ ഇനിയും കാത്തുനിന്നാൽ 950 ബസ്സുകൾ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിന് മുന്നിൽ വീണ്ടും കൈനീട്ടലുമായി KSRTCയും സംസ്ഥാന സർക്കാരും എത്തുന്നത്. 950 ബസ്സുകൾ സൗജന്യമായി നഗരാസൂത്രണത്തിന്റെ ഭാഗമായി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. PME പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന് 950 ഇലക്ട്രിക് ബസ്സുകൾ നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് വേണ്ടെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. ഇപ്പോൾ ആ ബസ്സുകൾ നൽകണമെന്നും ഡീസൽ ബസ്സുകൾ വലിയ വായു മലിനീകരണം ഉണ്ടാക്കുന്നുവെന്നും അത് ഒഴിവാക്കുന്നതിനായി ഇലക്ട്രിക് ബസ്സുകൾ തന്നെ നമുക്ക് നിരത്തിലൂടെ ഓടിക്കണമെന്നും അതുകൊണ്ട് കേരളത്തിന് അനുവദിച്ച 950 ബസ്സുകൾ നൽകണമെന്നുമാണ് ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരുമായി കേരളം ധാരണാപത്രം ഒപ്പിട്ട സാഹചര്യത്തിൽ ഇനി PME പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പുണ്ടാകില്ല എന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി PME ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ധാരണാപത്രം ഒപ്പിടാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അധികം വൈകാതെ, അതായത് ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ 950 ബസ്സുകളും കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ചെറിയ ബസ്സുകൾക്ക് 2 കോടി രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. വലിയ ബസ്സുകൾക്ക് 4 കോടിയിലധികമാണ് വില. എന്തായാലും കേരളത്തിലെ KSRTC കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഇത്തരം ബസ്സുകൾ വാങ്ങുക സമീപ ഭാവിയിൽ നടക്കില്ല എന്നുള്ളത് KSRTCക്ക് തന്നെ അറിയാം. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെച്ച ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിക്കുന്നത്. ഇതിന് സമാനമായിരുന്നു നേരത്തെ PM ശ്രീ പദ്ധതിയും. CPIയുടെ എതിർപ്പിനെ തുടർന്ന് PM ശ്രീ പദ്ധതിക്കെതിരെ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ സർവശിക്ഷ അഭിയാന്റെ അടക്കം വലിയ ഫണ്ടുകൾ കേരളത്തിന് നഷ്ടമാകുമെന്ന് കണ്ട സാഹചര്യത്തിലാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പിന്നാലെ ഇതിൽ എതിർപ്പുമായി CPI രംഗത്തെത്തി. പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് കാണിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകി. ഇതിന് പിന്നാലെ സർവശിക്ഷ അഭിയാന്റെ അവശേഷിക്കുന്ന ഫണ്ടുകളൊന്നും തന്നെ കേരളത്തിന് ലഭ്യമല്ലാതായി എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. അത് ഒരിക്കലും KSRTCയുടെ കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന് ഗതാഗത വകുപ്പിന് വലിയ നിഷ്കർഷയുണ്ട്. അതുകൊണ്ട് തന്നെ PME പദ്ധതി പ്രകാരമുള്ള 950 ബസ്സുകൾ സംസ്ഥാനത്ത് ഓടിക്കാനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ തീരുമാനം. അതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ഗതാഗത വകുപ്പുമായുള്ള ചെറിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. കേന്ദ്രം നൽകിയ 113 ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ഓടിക്കണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് പറ്റില്ല എന്നിപ്പോൾ ഗതാഗത മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നു. നഗരത്തിൽ മാത്രം ഓടിക്കാനാകില്ല, നഗരത്തിൽ ഓടിച്ചുകൊണ്ട് KSRTCക്ക് ഇതിനെ ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ കോർപ്പറേഷന് ഈ 113 ബസ്സുകളും തിരികെ നൽകാമെന്നാണ് ഇപ്പോൾ KSRTCയുടെ നിലപാട്.